നമസ്കാരം. ദർശന TV പ്രേക്ഷകരേവരെയും ഇന്നത്തെ സഫലമി യാത്ര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നിന്ന് ഗൾഫിലെത്തുകയും ഇന്ന് ഇവിടെ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടറെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ സ്കൂളിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഡ്യൂട്ടി ഉണ്ട്. ടു ബ്രിങ് അപ്പ് എ റെസ്പോൺസിബിൾ ചൈൽഡ് ടു ദി സൊസൈറ്റി. ഒരു കുട്ടിയല്ല, നിരവധി കുട്ടികളെ, ആൽമോസ്റ്റ് ഒരു 4000 കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടറെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. മോർ ദാൻ ദാറ്റ് ഐ ക്യാൻ സേ ഹി ഹാസ് മോർ ഹ്യൂമൻ വാല്യൂസ് ദാൻ ആസ് എ പ്രൊഫഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ അഫ്കോഴ്സ് ഹി ഈസ് എ പ്രൊഫഷണൽ, ബട്ട് പേഴ്സണൽ ജീവിതത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ വാല്യൂസ് അതിനേക്കാട്ടിലും ഉപരി നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്തായിരുന്നാലും ഓരോരോ മനുഷ്യൻ്റെ വ്യക്തിത്വ ജീവിതത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനും നമുക്ക് നേടിയെടുക്കാനും ഒരുപാട് സമ്പത്ത് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ആ വാല്യൂസിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മാത്രമല്ലാതെ സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി, സ്കൂളിൻ്റെ പ്രോജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഈ പരിപാടിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ അതിഥി, അദ്ദേഹം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്, മിസ്റ്റർ ഷംസു സമാൻ. നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ സർ. ഹലോ. വളരെ ഒരു യാദർശികമായിട്ടാണ് നമ്മളിവിടെ എത്തിപ്പെടുകയും പിന്നീട് സാറിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ നമുക്കൊരു ഭാഗ്യം ലഭിക്കുന്നത്. റീസൺ വൈസ് ടുഡേ യു ആർ ഇൻ ടു ദ എഡ്യൂക്കേഷണൽ സെക്ടർ. തീർച്ചയായിട്ടും ജീവിതത്തിൽ മറ്റൊരു ഫോക്കസ് ആയിട്ട് വളർന്നതായിരിക്കും താങ്കൾ. പിന്നെ ദൈവം അനുഗ്രഹിച്ചായിരിക്കും ഇത് കിട്ടിയത്. എന്തായാലും ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ സീക്രട്ട് ഹൈഡിങ് ഇൻ ദാറ്റ്. നമുക്ക് ആ സീക്രറ്റിനെ കുറിച്ച് പുറത്ത് കൊണ്ടുവരാം. ആൻഡ് ജന്മസ്ഥലം കോഴിക്കോട് എന്നാണ്. കോഴിക്കോട് മുക്കത്ത് ചേന്നമംഗല്ലൂർ. വീട്ടില് പാരന്റ്സ്, അച്ഛൻ എന്തായിരുന്നു? ഉപ്പ സ്കൂൾ അധ്യാപകനായിരുന്നു, പിന്നെ ഉമ്മ ഹൗസ് വൈഫായിരുന്നു. ഞങ്ങൾ ഏഴ് പേരാണ്, 6 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ഞാൻ രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി വരിക മൂത്താളിന് താഴെയുള്ള ആളാണ്. ആൻഡ് അധ്യാപകന്റെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറേ ഡിസിപ്ലിൻസ് പഠിക്കാൻ പറ്റും ആ ഫാമിലിയിൽ നിന്ന്. ഒരു മാഷിന്റെ മോൻ എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ സൊസൈറ്റിയിലും കൂടുതലായിരിക്കും. അപ്പോൾ സാറിന്റെ ജീവിതത്തിൽ സാറിന്റെ പിതാവ് സാറിന് പഠിപ്പിച്ചു കൊടുത്ത നല്ല നല്ല ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളെ പിതാവും പഴയ കാലങ്ങളിൽ അവിടെ വിദ്യാഭ്യാസം, അന്ന് മതപരമായിട്ടുള്ള മദ്രസ ക്ലാസ്സിൻ്റെ ആദ്യത്തെ അധ്യാപകൻ അവരായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് ഒന്നായിരിക്കും. പക്ഷേ നമ്മളതിൽ കുറേ മോറൽ വാല്യൂസ്, മെയിൻലി ആ അധ്യാപകന് കിട്ടുന്ന ഒരു ചെറിയ ശമ്പളത്തിൽ നിന്ന് ഇത്രയും മക്കളെയും കുടുംബവും അവരെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 7 മക്കളാണ് ഞങ്ങൾ. 7 മക്കൾക്കും ജീവിക്കാൻ, മാന്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം പഠിപ്പിക്കാൻ നമ്മൾ അതും സന്തോഷത്തോടെ നമ്മൾ ആവശ്യങ്ങൾ, അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു അധ്യാപനം സംബന്ധിച്ചിടത്തോളം കുറേ കാൽക്കുലേഷൻസ് ഉണ്ടാവും. അയാളെ സാലറി കിട്ടുമ്പോൾ എത്ര ഉണ്ടാവും, അതിൽ എത്ര വിദ്യാഭ്യാസത്തിന് എത്ര, കുട്ടികളെ മറ്റുള്ള ചിലവിന് എത്ര, ഇങ്ങനെയുള്ള അത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളും പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് അന്ന് അത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ
പിന്നീട് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ നടത്തുമ്പോൾ ഇവിടുത്തെ സ്കൂളിലെ ഇവിടെ വരുന്ന രക്ഷിതാക്കൾ അവരെ കുട്ടികളെ പഠിപ്പിക്കാനും ഉള്ള പ്രയാസങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുമ്പോഴൊക്കെ നമുക്ക് അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഇത് നമ്മളന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മളത് അറിയാതെ പഠിച്ചൊരു സംഗതി എന്നുള്ളതാണ്. ഇപ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നത്തെ നമ്മളെ പ്രായത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എത്രത്തോളം സാറിൻ്റെ മാതാപിതാ സാറിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? കാരണം എൻ്റെ ജീവിതത്തിൽ അവർ തന്നെയാണ് എൻ്റെ നമ്മളൊരു കുറേ അടുക്കും ചിട്ടയും എനിക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മറ്റ് കുടുംബ ബന്ധത്തിൻ്റെ വാല്യൂ എത്രത്തോളം കൽപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റ് കാര്യങ്ങൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോഴോ മറ്റോ ഒരാൾ പ്രയാസപ്പെടുന്നത്, അല്ലെങ്കിൽ ബസ് കിട്ടാതെ നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ നമുക്കതിൽ വിഷമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എങ്കിൽ അതൊക്കെ അവരിൽ നിന്ന് അവർ കിട്ടിയിട്ടുള്ളതായിരിക്കും. അല്ലാത്ത രീതിയിൽ ഇന്നിപ്പോ ഞാൻ പറയുന്നു, ഷംസു എന്ന് പറയുന്ന ഈ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയായി മാറുവാൻ ഇത്രയും ഫുൾ ക്വാളിറ്റി കിട്ടിയത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ അടുത്തുനിന്ന് പിതാവിന്റെ അനിയന്റെ അടുത്തുനിന്ന് ഉള്ള കുറേ കാര്യങ്ങൾ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് CT അബ്ദുറഹീം എന്ന് പറഞ്ഞിട്ട് ദയാപുരം സ്ഥാപനങ്ങളാണ്. അതിലൊക്കെ നമ്മൾ ഒരുപാട് വാല്യൂസ് അല്ലെങ്കിൽ അയാളുടെ ഓരോ വാക്കുകളും നമ്മളന്ന് സൂക്ഷിച്ച് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളത് ഉൾക്കൊണ്ടതുകൊണ്ടോ പിന്നീട് ഇവിടെ വന്നപ്പോഴും നമ്മൾ ഒരുപാട് ആളായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. വലിയ നമ്മളെ മുമ്പ് ഉള്ള നമ്മളോരോ ഡീലുമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിലുള്ള ഇവിടുത്തെ വലിയ വലിയ കച്ചവടക്കാരായിട്ടുള്ള KM ട്രേഡിങ്ങോ ജിപാസോ ലുലു അവരുടെ BR ഷെട്ടി, സുധീർ കുമാർ ഷെട്ടി ഇവരുടെ അടുത്തു നിന്നൊക്കെ അവരുമായിട്ട് നമുക്ക് അടുത്ത് ഇടപഴകാൻ വന്ന ചാൻസിൽ നിന്ന് നമ്മൾ അവരുടെ അടുത്തു നിന്നുള്ള ഓരോ സംസാരങ്ങളിൽ നിന്ന് ചില സംഗതി നമ്മൾ കുറേ വാല്യൂസ്, കാരണം ആ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇവർ കച്ചവടക്കാരെ ഒരു ഭയങ്കര ഇതല്ല, പക്ഷേ നമ്മളവരുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരുപാട് നന്മകളുണ്ട്. അതവർ സ്വകാര്യമായിട്ട് അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത് ഇടപഴകി നമ്മളെ സംസാരങ്ങളിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊക്കെ ഞാൻ മാക്സിമം അതിലെ നന്മകൾ നമ്മൾ ജീവിതത്തിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. 12 വർഷം ജോലിയായിട്ടിരുന്ന താങ്കൾ എങ്ങനെയാണ് സ്കൂൾ ലൈൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഇൻവോൾവ് ആവുന്നത്? അത് ഒരു നിമിത്തമാണ്. പക്ഷെ അതിന് മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ഉത്തരവാദിത്വം കൂടിയെന്നുള്ള വിശ്വസിക്കുന്നതിനാണ് ഞാനും എൻ്റെ ഭാര്യയും. കാരണം ഭാര്യ തന്നെ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പോഴിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ സൂക്ഷ്മത കുറച്ചുകൂടി, കാരണം നമ്മൾ ഒരാളോട് ഇപ്പോൾ മുമ്പ് ചിരിക്കാതിരുന്ന നമുക്ക് പൈസ ഇല്ലെങ്കിൽ ചിരിക്കാതിരുന്നാലോ വിളിക്കാതിരുന്നാലോ പ്രശ്നമില്ല. ഇതുണ്ടായിട്ട് നമ്മൾ അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ അവരോടൊന്ന് ചിരിക്കാതിരുന്നാൽ അത് ആൾക്കാർ വേറെ രീതിയിലേക്കാണ് അത് കാണുന്നത്. കാരണം നമുക്ക് സൗകര്യം കൂടിയപ്പോഴേ അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കാൾ അതിനെപ്പറ്റി അറിയുന്ന ഒരാളാണ്. അപ്പം നമ്മൾ വീട്ടിലും ഒക്കെ നമ്മൾ വളരെ സൂക്ഷിക്കുന്നതാണ്. സംസാരത്തിൽ പോലും അറിയില്ല, എവിടെയെങ്കിലും തെറ്റ് പറ്റിയണമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. കാരണം നമ്മൾ സൗകര്യം കൂടുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തം കൂടി, അപ്പം നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മത കൂടുകയാണ്. നമ്മൾ അന്നില്ലാത്തവൻ്റെ ഒരു സൂക്ഷ്മത ആയിരിക്കരുത് ഇന്ന്. കാരണം നമ്മൾ സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുടുംബ ബന്ധമോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് സുഹൃത്ത് ബന്ധമോ അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ സൗകര്യം കൂടുമ്പോൾ നമ്മൾ സൂക്ഷ്മത കൂടണം എന്നുള്ളതാണ് എൻ്റെ ആ രീതിയിലുള്ള അഭിപ്രായം. പിന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിന് ഇവിടെ ഈ സ്കൂളിൽ അപ്പം ഞാൻ വരാനുള്ള ഒരു നിമിത്തം ഇത് വേറൊരു ഗ്രൂപ്പ് അവർ നടത്തുന്നൊരു സ്ഥാപനം, ഒരുപാട് സ്കൂളുകളൊക്കെ ഉള്ള നാട്ടിലുള്ള ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളപ്പോൾ ഞാൻ അവരോട് ഈ പ്രപ്പോസൽ പറയുന്നു. അങ്ങനെ അവരിതെടുത്തു, അവർ നടത്തി. പിന്നെ കുറേ സാഹചര്യം കൊണ്ടും അന്ന് സ്കൂൾ ബിൽഡിംഗ് ഒന്നുമില്ല. അപ്പോഴേ അവരത് ഡിസ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത്, കാരണം അവർ പ്രൊഫഷണൽസ് വെച്ചാൽ അവർക്ക് ഇവിടെ വരാനുള്ള സമയമല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു നിമിത്തം ഞാൻ ഏറ്റെടുത്തു. അതൊരു നിമിത്തമാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു പാർട്ട്ണറെ കിട്ടി. ഇവിടെ ഹീസ് ഫ്രം ദ റൂളിംഗ് ഫാമിലി അജ്മാൻ, ഷെയ്ഖ് സുൽത്താൻ ബിൻ സക്കർ റാഷിദ് അൽ നൊയ്മി. അവൻ പാർട്ട്ണർ മാത്രമല്ല, നമ്മളൊരു സുഹൃത്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനാണ്. ആ ഒരു രീതിയിലുള്ള ഡീലും പിന്നെ ഇതേ വാല്യൂസും നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നോ അതിൽ അവൻ്റെ അടുത്തുനിന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രയോറിറ്റി നമുക്ക്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ബിസിനസ്, ബട്ട് നമ്മൾ ഒരിക്കലും പ്രയോറിറ്റി ബിസിനസ്സിനല്ല, അത് എനിക്കുമല്ല അവനുമല്ല. നമ്മൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്
എന്തെങ്കിലും മാക്സിമം ആ പ്രൊഡക്റ്റ് എൻഡിൽ അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. ആ കുട്ടി ഇവിടെ എത്രത്തോളം പഠിക്കണം, അത് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്. അത് അക്കാഡമിക് സൈഡിലായിരിക്കണം, മോറൽ സൈഡിലായിരിക്കണം, ഡിസിപ്ലിൻ സൈഡിലായിരിക്കണം, ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഫെസിലിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്കതിൻ്റെ ഒരു സന്തോഷം വന്നത് ഇപ്പം അടുത്തൊരു പാകിസ്ഥാനി വന്നു. അയാളൊരു കുട്ടി, അയാൾ വേറൊരു പാകിസ്ഥാനി ഫാമിലി ഇവിടെയാണ്, അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് കാരണം അവരുടെ സ്റ്റൈലും വെച്ചിട്ട് അയാൾ പാകിസ്ഥാൻ സ്കൂളിലാണ് കുട്ടികൾ, ആ കുട്ടീനെ ഇവിടെ ആക്കണം. അയാൾക്ക് പറഞ്ഞ് അവിടെ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവമല്ല എന്നാണ് പറയുന്നത്, അയാൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ. അപ്പം നമുക്കിവിടെ സീറ്റില്ല. എന്നോട് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകില്ല, എനിക്ക് എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടും, എൻ്റെ മോൻ ഇവിടെ പഠിക്കും. കാരണം അവരൊരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടുള്ള, കാരണം അത് ഒന്നും അയാൾ അക്കാഡമിക് സൈഡല്ല അയാൾ നോക്കുന്നത്, ആ വിശ്വാസം, ആ കുട്ടി ഡിസിപ്ലിനിലായിട്ട് വരണം എന്നുള്ള ഒരൊറ്റ ഇതിൽ. അപ്പോൾ അത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ് മറ്റുള്ള പാകിസ്ഥാനി പാരൻസൊക്കെ പറഞ്ഞതുമായിട്ടുള്ള അവരെ കുട്ടികളുടെ അനുഭവത്തിൽ നിന്നുമായിരിക്കും മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവുക. അതൊരു സന്തോഷമാണ് നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് വേറെ സ്കൂളും ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നില്ല എന്നല്ല, എന്നാലും അത് എല്ലാ സ്കൂളും ആ രീതിയിൽ ചെയ്താൽ അതൊരു നന്മയാണ്. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിലൊരു നന്മ ഉണ്ട്. നമുക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമ്മളൊരു ബിസിനസ്, ഒരു പൈസ ഉള്ള ഒരു ബിസിനസ്സുകാരനെ നമ്മൾ അത്ര റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളൊരു അധ്യാപകന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അതൊരു വലിയ വാല്യൂ ഉള്ള ഇതാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് എത്രത്തോളം നമ്മൾ ടീച്ചേഴ്സിനും മറ്റുള്ള അവരൊക്കെ സപ്പോർട്ടീവാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന, ആ റെസ്പെക്റ്റ് കിട്ടുക എന്നുള്ള ആ രീതിയിലുള്ളൊരു നമ്മളെ എയിം ആ ഒരു രീതിയിൽ. പിന്നെ നമ്മളെ പേര് പോലെ തന്നെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാനാണ്. അപ്പോൾ അതെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ച് അതിൻ്റെ റിയലായിട്ട് തന്നെ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇൻ്റർനാഷണലി ആയിരിക്കണം, ഇന്ത്യൻ ഇതിലുള്ള കൾച്ചറലായിരിക്കണം, അജ്മാൻ്റെ ഇതുണ്ടാവണം, പിന്നെ സ്കൂളിൽ നിന്നുള്ള ആ കൾച്ചറും വേണം. അത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് മാക്സിമം അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ദൈവം എത്രത്തോളം ഉണ്ട് സാറിൻ്റെ ജീവിതത്തിൽ? ദൈവമാണ് നമുക്ക് പ്രയോറിറ്റി. നമുക്ക് അതിൽ തന്നെ നമ്മൾ അതിൽ എത്രത്തോളം ഉണ്ട്, പിന്നെ പാകപ്പിഴവുകൾ സംഭവിക്കുന്നുണ്ടാവും, അത് ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം. പക്ഷേ നമ്മൾ ദൈവം തന്നെയാണ്, ഞാൻ ദൈവനിമിത്തം എന്ന് ഞാൻ അതിലൊന്ന് പറയാം. കാരണം എൻ്റെ ജീവിതാനുഭവത്തിൽ തന്നെ ഞാനത് ഓരോ സംഗതിയിലും ഇപ്പോഴും നമ്മളെ പ്രാർത്ഥന, ഒരു പുതിയ പ്രോജക്റ്റ് നമുക്ക് എത്രത്തോളം താല്പര്യമുള്ളതാണെങ്കിലും നമ്മളെ പ്രാർത്ഥനയിൽ അത് പറയുന്നത്, അത് ദൈവത്തിനോട് പറയുന്നത് അത് നന്മയാണെങ്കിൽ എനിക്ക് തരണം എന്നുള്ളത്. അപ്പോൾ എന്താ, അത് കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് സങ്കടമല്ല. കാരണം അത് നന്മയല്ലാത്തത് കൊണ്ടാണ്, അതിൽ നന്മയില്ലാത്തത് കൊണ്ടാണ്. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാക്ടിക്കലി എനിക്ക് കിട്ടിയ, കാരണം ഞാൻ ഇതിന് മുമ്പൊരു സംഗതി തുടങ്ങിയതും അത് നഷ്ടപ്പെട്ടതും, ആ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അനുഭവിച്ച കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ, 4.5 വർഷത്തോളം നാട്ടിലൊക്കെ പോവാതെ വരെ നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അതിൽ ദൈവം കണ്ട നന്മയാണ് ഇത്. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാൻ. അപ്പോൾ ഇന്റർനാഷണൽ പറയുമ്പോൾ എല്ലാ കൺട്രീസിൽ നിന്നും അല്ലെങ്കിൽ അക്രോസ് ദ ഗ്ലോബ് ആൾക്കാർ ഇവിടെ ഒന്ന് പഠിക്കാൻ പറ്റും. ഏകദേശം 23 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് മെജോറിറ്റി 75% ഇന്ത്യൻസ് ആണ്. അതിൽ തന്നെ 75% കേരളൈറ്റ്സുമാണ്. മറ്റ് നമ്മൾ അയൽ രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഇന്തോനേഷ്യ, ഇപ്പോൾ ഒരു ജപ്പാനിൽ സിറ്റിസൺഷിപ്പിനുണ്ട്, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, UK, കനേഡിയൻ സിറ്റിസൺസ്, പിന്നെ ഏകദേശം 23 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. How are they adopting the Asian അല്ലെങ്കിൽ ഇന്ത്യൻ കൈൻഡ് ഓഫ് സ്കൂൾ? നമ്മുടെ സ്കൂൾ ബോർഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഫ്രം theirs. ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് അവർക്ക് അങ്ങനത്തെ സ്കൂൾ അഫോർഡബിൾ ആയിട്ടുണ്ടാവില്ല. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏഷ്യൻ സിലബസിൽ ഐ എം ഷുവർ ഇന്ത്യൻ സിലബസാണ് ബെസ്റ്റ്. പിന്നെ അതിനാണ് പ്രയോറിറ്റി. നമ്മൾ ഇവിടുത്തെ സ്ട്രെങ്ത്തിൽ ഇന്ത്യൻസ് കഴിഞ്ഞ പാകിസ്ഥാനികളാണ്, പിന്നെ ബംഗ്ലാദേശികളാണ്. അവരുടെ സ്കൂളുകളൊക്കെ ഉണ്ട്. അതിനേക്കാൾ അവർ നമ്മളെ സിലബസാണ് നല്ലത് എന്ന് അറിഞ്ഞത് കൊണ്ടോ ബോധ്യപ്പെട്ടത് കൊണ്ടോ ആയിരിക്കുമല്ലോ ഇവിടേക്ക് വരുന്നുണ്ടാവുക. ഈ സ്കൂളിൽ നിന്ന് മാത്രമല്ല, ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ സ്കൂളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പം അവരൊക്കെ
അവർ ഒരു പക്ഷേ ഇവിടെ ഇപ്പം ഒരു എരിത്രിയൻ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജപ്പാൻ ഓഫ് കോഴ്സ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ജപ്പാൻ സിലബസോ മറ്റോ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓ ലെവലുള്ള സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ്. അത് ഒരു സാധാരണ ഫാമിലിക്ക് അഫോർഡബിൾ അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അതിൽ വെച്ചിട്ട് ഉള്ളതിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതിലുള്ള ദി ബെസ്റ്റ് ഇന്ത്യൻ സിലബസ് എന്നുള്ള രീതിയിലാണ് അവർ. പിന്നെ നമ്മൾ ഏത് ഇന്ത്യൻ സ്കൂളുകളും ഡിസിപ്ലിനിൽ വളരെ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിതിന് പുറമെ ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഓൺലൈനിൽ ഒരു ഫാം നടത്തുന്ന ഒരു വിജയം എന്നാണ്. അയാളുമായിട്ട് കൂടി നമ്മൾ ഓർഗാനിക് ഫാം തുടങ്ങി. നമ്മൾ ആ എയിം തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യം തുടങ്ങി. കുട്ടികളിൽ അവർ തന്നെ കൃഷി, നമ്മളതിനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. അവർ തന്നെ കൃഷി ഇവിടെ ഇട്ടു, അതിന് വെള്ളമൊഴിച്ചു, അത് വളർന്നു. അതിൽ നിന്ന് കിട്ടിയ പ്രോഡക്റ്റ് അവർ സ്കൂളിൽ തന്നെ വിറ്റു. ആ ക്യാഷ് എടുത്തിട്ട് അവർ ചാരിറ്റിക്ക് കൊടുത്തു. അത് നമ്മളൊരു 3 സ്റ്റേജാണിത്. അത് നമ്മൾ ഓർഗാനിക്കായിട്ട് അത് ഇവർക്കൊന്നും അറിയാത്തൊരു സംഗതിയാണ്. അപ്പം എൻ്റെ മോളായാലും അവർക്ക് അറിയുന്നില്ല. നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ജീവിതം, പിന്നെ അവിടെ ഒരു 2 വർഷത്തിലോ 1 വർഷത്തിലോ പോയി 1 മാസം പോകുന്നതും. അപ്പോൾ അതിൽ നിന്ന് അവർ നമ്മൾ കൃഷി പഠിക്കുന്നുണ്ട്. പിന്നെ അവർ കഴിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഒരു കൃഷിക്കാരൻ്റെ അധ്വാനം ഉണ്ടെന്നുള്ള പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡീസൻറ്റ് ട്രേഡിംഗ് എന്നുള്ള എനിക്കൊരു നല്ല സത്യസന്ധമായിട്ടുള്ള കച്ചവടമാണ് നമ്മളതിൻ്റെ മാർക്കറ്റ് വിലയിട്ടിട്ട് അവർ ക്ലാസ്സുകളിലൊക്കെ ഈ സാധനങ്ങൾ ടീച്ചേഴ്സിനും കുട്ടികൾക്കും കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവർ നട്ട് വളർത്തി എടുത്ത പ്രോഡക്റ്റ് വിറ്റിട്ട് കിട്ടിയ ക്യാഷ് എടുത്തിട്ട് അവർ ഒരു ചാരിറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ചാരിറ്റി നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചു. എന്നിട്ട് അതിലുള്ള അവരോടും കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർ തന്നെ ഓരോന്നും ഈ പ്രോഡക്റ്റ് വിൽക്കുമ്പോഴും നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റ് വാങ്ങിക്കുകയാണ്. അവർ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അവർ കച്ചവടം ചെയ്യുകയാണ്. ടോട്ടൽ ലംസം പ്രോഡക്റ്റ് എടുക്കുകയാണ്. അന്ന് തക്കാളിയും ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അവർ തന്നെ വില പറഞ്ഞു, നമ്മളും പറഞ്ഞു. നമ്മൾ ആക്ച്വലി ഒരു കച്ചവടം തന്നെ ചെയ്തിട്ട് അത് ചെയ്തു. ആ ക്യാഷും അവർക്ക് കൊടുത്തു. പിന്നെ ആ പ്രോഡക്റ്റ് അവരെ തന്നെ വിൽക്കാൻ നമ്മൾ ഏൽപ്പിക്കുന്നു സ്കൂൾ മാനേജ്മെൻറ്റ്. അതിന് അവർക്കൊരു പെർസെൻറ്റേജ് പറഞ്ഞു. കച്ചവടത്തിന് കിട്ടുന്ന ഒരു സാധനം അവർ വാങ്ങി വിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഇത്ര ശതമാനം അതും കൊടുത്തു. പിന്നെ അവരതെടുത്തിട്ട് കഴിഞ്ഞ വർഷം നാട്ടിലുള്ള ഒരു സ്കൂൾ പാവപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് പിന്നെയുള്ള സ്കൂൾ കിറ്റ് കൊടുക്കാൻ പല ഇതും വന്നു. അപ്പോൾ കുട്ടികൾ തന്നെ ഇന്ന് ഡിസൈഡ് ചെയ്തു അതിന് കൊടുക്കാന്നുള്ളത്. പക്ഷെ അതിലൊരു ഇതുണ്ട്, കാരണം അവരെ സൗകര്യം അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം ഒരു ബുക്സ് വാങ്ങിക്കാൻ വരെ പഠിക്കാനുള്ള ബുക്സ് വാങ്ങിക്കാൻ വരെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടെന്നും അതിന് ഇവരെ അധ്വാനത്തിൻ്റെ ഫലം അതിലേക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതിലേക്കാണ് ഞങ്ങൾ ചെയ്തത്. ഈ വർഷവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷം പപ്പായ ഉണ്ട്, പിന്നെ ടൊമാറ്റോ ഉണ്ട്. ഇങ്ങനെയുള്ളത് അത് കുട്ടികളെ ഇപ്പം ഏകദേശം മുരിങ്ങ മരം 100 മരത്തോളം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ഇതാണ്. ഇപ്പോൾ കായൊക്കെ ഉണ്ടായി. അപ്പോൾ ആ കുട്ടികളതിലുള്ള സന്തോഷം, ഒരു ഫലസ്തീനി കുട്ടിയൊക്കെ ഞാൻ ജന്മത്തിൽ ആദ്യമായിട്ട് മണ്ണിൽ കൈ തൊടുന്നത് അവർക്ക്. അതിൽ ഈ ഒരു കൃഷിക്ക് വേണ്ടി വലിയ വളരെടുക്കാൻ കൈയിടുകയാണല്ലോ. അതിലൊരു സന്തോഷം, കുട്ടിയുടെ ഒക്കെ സന്തോഷം നമുക്ക് കാണുമ്പോൾ ഇത് മറ്റ് ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കുടുംബം ഇത് മനസ്സിലാക്കിയിട്ട് അവർ ആ കൃഷിയിലേക്ക് ഇറങ്ങിയെന്ന് ചെയ്താൽ നമ്മൾ സക്സസ് ആണ്. അതിലെന്ത് നമ്മൾ ഉദ്ദേശം അതിൽ നമ്മൾ സക്സസ് ആണ്. ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് മാനിൻ്റെ ബിഹൈൻഡ് നേരത്തെ സാർ പറഞ്ഞായിരുന്നു, ആ കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയതായിരുന്നു. സാറിൻ്റെ വൈഫ് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ബിസിനസ്സിൽ എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് അവരുടെ? ബിസിനസ്സിൽ ഒരിക്കലും ഇല്ല, സപ്പോർട്ടില്ല. പക്ഷേ ബിസിനസ്സിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അതുകൊണ്ടുള്ള കാരണം ഇപ്പോഴും നമ്മൾ പുതിയൊരു സംരംഭം എന്ന് പറയുമ്പോഴും അതിൽ ഇനിയും വേണോ എന്നുള്ളതേ ചോദ്യമുള്ളൂ. കാരണം നമ്മൾ ഉത്തരവാദിത്വം നമുക്ക് ഉള്ളത് വൃത്തിയിൽ നന്നായിട്ട് ചെയ്തിട്ട് സ്കൂളായതുകൊണ്ട് അതിനുള്ള ഒരുപാട് സപ്പോർട്ട് എനിക്ക് എൻ്റെ പ്രയാസ സമയത്തും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഒരു പ്രയാസമില്ലാതെ അത് ഞാൻ ശ്രദ്ധിക്കാത്തത് വരെ ശ്രദ്ധിച്ചിട്ട്, കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ പ്രയാസത്തിൽ പൈസ ചിലവാക്കുന്നിടത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്തടത്ത് വരെ ശ്രദ്ധിച്ചുകൊണ്ടും ആ ഒരു രീതിയിലുള്ള എൻ്റെ ഏറ്റവും വലിയ സക്സസ് അത് തന്നെയാണ്. ഡെഫിനറ്റ്ലി അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സപ്പോർട്ടാണ്. എത്ര മക്കളുണ്ട്? നേരത്തെ ഒരു മോളെ കുറിച്ച് ഒരു മോള് ഒരു മോനെ, രണ്ടുപേര് ഇതേ സ്കൂളിൽ പഠിക്കുന്ന 2 സഹോദരങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവര് എവിടേക്ക് എത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ? അവര് വിദ്യാഭ്യാസപരമായിട്ട് എവിടെ എത്തിയാലും കാരണം അവൾക്ക് എൻ്റെ ചെറുപ്പകാലത്തുള്ള പോലെയല്ല, അവൾക്ക് അവർക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അവരുടേതായിട്ടുള്ള
കൺസെപ്റ്റോ അല്ലെങ്കിൽ അവരെവിടെ എത്തണം എന്നുള്ള അവരെ ഒരു തീരുമാനമുണ്ട്. അത് എവിടെ എത്തിയാലും മറ്റ് ജീവിതത്തിൽ പുലർത്തേണ്ട ഇതുപോലുള്ള മോറൽ സപ്പോർട്ട്, മോറൽ സൈഡും മറ്റുള്ള സമൂഹത്തിൽ അംഗീകരിച്ചുകൊണ്ട് വിഷമങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ജീവിക്കണം. അതിലേ എനിക്ക് നിർബന്ധമുള്ളൂ. മറ്റത് അവരെ രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പഠിപ്പിക്കാം. പക്ഷേ ഒരു മനുഷ്യനായിട്ട് എന്നുള്ള ഒരു നന്മയുള്ള ഒരാളായിട്ട് ജീവിക്കാൻ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. സാറിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഫ്യൂച്ചർ വിഷൻ അബൌട്ട് ദി സ്കൂൾ ആൻഡ് അബൌട്ട് ദി സൊസൈറ്റി എന്താണ്? നമ്മൾ പുതുതായിട്ടുള്ളൊരു സംരംഭമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഒരു സ്കൂളും കൂടെ നമുക്കൊരു ഡിസ്കഷനുണ്ട്. നമ്മളൊരു വേറിട്ട രീതിയിൽ എന്നുള്ള അതാണ് നമുക്ക് സ്വപ്നം കണ്ടാൽ അത് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മളെ ആ വേറിട്ട രീതി, അതിനൊരു ഉദാഹരണം ഇപ്പോൾ ബഡ്ജറ്റ് എയർലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗൾഫുകാരെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബഡ്ജറ്റ് എയർലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ഗൾഫുകാരൻ്റെ കൺസെപ്റ്റ് 2 വർഷത്തിൽ നാട്ടിൽ പോകാന്നുള്ളതാണ്. അതിന് ഇൻ ബിറ്റ്വീൻ മക്കളെ കല്യാണമോ ബന്ധക്കാരെ കല്യാണമോ മരണങ്ങളോ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ കഴിയില്ല. അത് ആലോചിക്കാറുമില്ല മനസ്സിൽ. ഇങ്ങനൊരു ബഡ്ജറ്റ് എയർലൈൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷം ഇവിടുത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ മക്കളെ കല്യാണമോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരു കല്യാണം വരെ ഉണ്ടെങ്കിൽ പോയി വരുന്നൊരു രീതിയിലേക്ക് വന്നു. അതായത് സാധാരണക്കാരന് അപ്രാപ്യം എന്ന് വിചാരിച്ച സംഗതിയിലേക്ക് അത് തിരിച്ചായി. കാരണം മുമ്പ് 2 വർഷം എന്നുള്ളത് അത് ആ ഒരു ബഡ്ജറ്റ് എയർലൈൻ വന്നതുകൊണ്ട്. അതേപോലെ നമുക്ക് സാധാരണക്കാരന് അപ്രാപ്യം എന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഒരു ക്യാമ്പസ് നമുക്ക് മാക്സിമം എക്കണോമിക്കലി അല്ലെങ്കിൽ അഫോർഡബിളായിട്ട് ചെയ്യാനുള്ളൊരു സംഗതി ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി അജ്മാൻ ഗവൺമെൻറ്റുമായിട്ട് നമ്മളതിൻ്റെ ബിൽഡിങ്ങിനുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. May God bless you for that. എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഹ്യൂമൻ വാല്യൂ മാത്രമല്ല എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരണം, ഒരു റിയൽ റെസ്പോൺസിബിൾ ചൈൽഡിനെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ആ വലിയ മനസ്സിന് തീർച്ചയായിട്ടും ഇതും പറ്റും. ആൻഡ് താങ്കളെ കൊണ്ടാവുന്ന രീതിയിൽ വലിയ നല്ല ഒരു സൊസൈറ്റി ഡെവലപ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. നന്ദി, നമസ്കാരം. So now we are going to meet Principal of International Indian School, Ajman, Mr. Abdul Majid. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. എന്തായിരുന്നാലും വളരെ വ്യത്യസ്ത രീതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രയർ ഇമ്പോർട്ടൻറ്റ് ഇസ് ലൈക്ക് നമുക്ക് കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ലൈഫിനെ കുറിച്ച് റിയൽ ടൈം എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ്. അത് തന്നെയാണ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജ്മാൻ ചെയ്യുന്നതും. എനിവേസ് ഹാപ്പി ടു ഹാവ് യു ഹിയർ സർ. ആൻഡ് സർ, ഈ സ്കൂളിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് നേരത്തെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിയൽ മീനിങ് എന്താണ്? വാട്ട് ഇസ് ദ റിയൽ മീനിങ് ഓഫ് എ സ്കൂൾ? School is really a system to generate generation according to the need of the world of the time. Okay, according to the need of the world of the time. അപ്പോൾ ഇന്ന് സ്കൂളുകളിൽ നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ രീതികൾ നമ്മൾ എല്ലാ സ്കൂളിലും കാണുന്നുണ്ട്. ലൈക്ക് ദ എഡ്യൂക്കേഷൻ
ഹാസ് ബിക്കം മോർ ആൻഡ് മോർ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ന് കാണുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ദോ യു ഹാവ് മോഡേൺ ടെക്നോളജി എവറിത്തിങ് വിത്ത് യു, ടുഡേ ഐ ക്യാൻ സീ എൻ വെരി ഗുഡ് ഓർഗാനിക് ഫോം. കുട്ടികൾക്ക് എന്താണ് അഗ്രികൾച്ചർ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദിസ് കൈൻഡ് ഓഫ് സ്റ്റോറി ഹിയർ? That you see, നമ്മൾ ഈ ടെക്നോളജിയുടെ പുറകിൽ പോകുമ്പോൾ കുട്ടികൾക്ക് റിയൽ ലൈഫ് സ്കിൽസ് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. എസ്പെഷ്യലി ദാറ്റ് ഇൻ അവർ സ്കൂൾ, ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ, വി ഹാവ് ദ സ്റ്റുഡൻസ് ഫ്രം 24 നാഷണാലിറ്റീസ്, ദാറ്റ് മീൻസ് കൺട്രീസ്. അപ്പോൾ ഈ 24 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും ബേസിക്കായിട്ട് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന സംഗതിയാണ് എന്ത്? അഗ്രികൾച്ചർ, അതേപോലെ ഇക്കോസിസ്റ്റം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹവും താല്പര്യവുമാണ് അത്തരത്തിലുള്ള ക്വാളിറ്റികളൊക്കെ കുട്ടികളിൽ നിലനിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്? ഓർഗാനിക് ഗാർഡൻ തുടങ്ങിയത്. ഈ ഓർഗാനിക് ഫാമിംഗ് കുട്ടികൾക്ക് കൊടുക്കുന്നതോടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ലൈഫ് സ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്താണ് നമ്മുടെയൊക്കെ രാജ്യത്ത് എന്നുള്ളത് കുട്ടികളെ മനസ്സിലാക്കാനും അത് സഹായിക്കുന്നു. Today within a very short span of time we have seen a very drastic change in the school. You mean that the development of that growth and development of the school, especially in the number of the students? Yes, exactly. Parents അത്രത്തോളം ഇവിടെ വന്ന് ഈ സ്കൂളിനെ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് ചേർത്തുന്നു. എന്താണ് അതിൻ്റെ കാരണം? വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ക്രിസ്റ്റൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നില്ല മറ്റെവിടെയും ഒരു സ്കൂളിൽ ഏത് സമയത്തും സ്കൂളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പാരൻസിന് പ്രിൻസിപ്പലോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം എനി ടൈം. നമ്മൾ അവരോട് പറഞ്ഞിരിക്കും, നമ്മളൊരു വർഷത്തിൽ ഇവിടെ 2 പാരൻസ് മീറ്റിംഗ് നടത്തും. ആ പാരൻസ് മീറ്റിങ്ങിൽ നമ്മൾ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ മൊത്തത്തിലുള്ള പെർഫോമൻസുമായി ബന്ധപ്പെട്ട എല്ലാം കൊടുക്കും. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ പറയുന്നുണ്ട് എനി ടൈം യു ക്യാൻ കോൺടാക്ട് അസ്. സിസ്റ്റമാറ്റിക് വേ ഓഫ് ടേക്കിംഗ് ദി that may be so that you see നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൾച്ചർ അതിന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് നല്ല ഉദാഹരണമാണ്. ഇപ്പോൾ എത്ര മരങ്ങൾ ഇവിടെ ഉണ്ട്. നോട്ട് ഈവൻ എ സിംഗിൾ ലീഫ് ഈസ് സ്പോയിൽഡ് ബൈ അവർ ചിൽഡ്രൻ. നമുക്ക് ഓർഗാനിക് ഗാർഡൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ വി ഹാവ് ഓൾ ദാറ്റ് മുരിങ്ക ഗാർഡൻ ആൻഡ് ഓൾസോ പപ്പായ ട്രീസ് ആർ. ക്യാൻ യു സീ ദാറ്റ്? യു സീ ഈവൻ എ സിംഗിൾ ലീഫ് ഈസ് സ്പോയിൽഡ് ബൈ ദീസ് ചിൽഡ്രൻ. അങ്ങനെ it is grown by them. At the same time you see there is no fencing. ഒരു എവിടെയും ഞങ്ങൾ എന്ത് ചെയ്തില്ല, കുട്ടികളെ തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെൻസിങ് ഒന്നും കൊടുത്തില്ലല്ലോ ഈ മരങ്ങൾക്ക്. പക്ഷെ ഒരൊറ്റ ഇല പോലും ആ കുട്ടികൾ നശിപ്പിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതേപോലെ ഇവിടുത്തെ ക്ലാസ് റൂമുകൾ പോയാൽ നമുക്ക് കാണാൻ പറ്റും, വളരെ വൃത്തിയാണ്. കാരണം അവരുടേതായിട്ട് കണക്കാക്കുന്നു. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക് കഴിയുമ്പോൾ ഈ ഗ്രൗണ്ടിൽ കാണുന്ന വേസ്റ്റുകളൊക്കെ അല്ലേ, ഇതൊക്കെ സ്വയം നമ്മളൊന്നും പറയേണ്ടതില്ല, നമ്മുടെ കുട്ടികൾ തന്നെ അത് എടുത്തിട്ട് വിടും. നമ്മൾ വല്ലപ്പോഴും ഒരു ഉപദേശം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ തെറ്റ് ചെയ്യുന്നു, അത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. മാത്രമല്ല നമ്മുടെ സ്കൂളിൽ മറ്റൊരു സംഗതി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രിൻസിപ്പലെയോ വൈസ് പ്രിൻസിപ്പലെയോ കാണുവാൻ ഒരു കുട്ടിക്ക് ഒരു തടസ്സവുമില്ല. അവർക്ക് അവരുടെ സെക്ഷൻ സൂപ്പർവൈസേഴ്സ്, ടീച്ചേഴ്സ് സെക്ഷൻ സൂപ്പർവൈസേഴ്സിനെ കാണുന്ന അതേപോലെ തന്നെ എനി ടൈം ദാറ്റ് ഈ ചിൽഡ്രൻ ക്യാൻ കം ടു മൈ റൂം. അത് അവർ നോ ബാരിയേഴ്സ്, ദേ നീഡ് നോട്ട് വെയിറ്റ് ഓൾസോ. ബട്ട് ഇഫ് ഫോർ എനി റീസൺ ഇഫ് ദേ ഹാവ് ടു വെയിറ്റ്, then I will show them to wait. Otherwise that you see they are allowed, just knocking and they are getting with wish. Like that we are allowing. And the school is also really lucky to have such a good principal, and the children are really lucky to have, and all the very best for you for your future endeavors. Thank you.